നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ കേരള സംസ്ഥാനം അത് രൂപീകൃതമായിട്ട് 69 വർഷം തികയുകയാണ്. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഏകീകൃത കേരള സംസ്ഥാനത്തിൻ്റെ ജന്മദിനം കൂടിയായിട്ടാണ് നമ്മൾ ഈ ഓരോ കേരള പിറവി ദിനത്തെയും ആഘോഷിക്കുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ പിറവി എന്നതിനൊക്കെ അപ്പുറം കേരളപ്പിറവി ആഘോഷം മറ്റു ചില ഘടകങ്ങൾ കൂടി, അതായത് നമ്മുടെ സംസ്കാരം, ഭാഷ, പൈതൃകം ഇതെല്ലാം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ ഒരു ദിവസമല്ല. മാറ്റിയെടുക്കാവുന്ന ചില പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഈ 69 വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് ഘടകങ്ങളിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം അങ്ങനെ പലതിലും നമ്മൾ ലോകോത്തര നിലവാരത്തോടെ ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെയാണ് ചെറിയൊരു താരതമ്യത്തിന് ഞാൻ ശ്രമിക്കുകയാണ്. ഈ ലോകത്തെ സംഘർഷഭരിതമായ ഒരുപാടിടങ്ങൾ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ വന്നു മറിഞ്ഞു പോകുന്ന ഗാസ, സിറിയ, സുഡാൻ, അഫ്ഗാൻ അങ്ങനെ പ്രദേശങ്ങളുമായി ഈ ഒരു നിമിഷം നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒന്ന് കമ്പയർ ചെയ്യാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും ഭൂമിയിലെ സ്വർഗത്തിൽ തന്നെയാണ് നമ്മളെന്നൊരു പക്ഷേ അപ്പോൾ നമ്മൾ പറയേണ്ടി വരും. ഇന്ന് നിർണായകമായ മറ്റൊരു ചുവടുവയ്പ്പിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. ശരിക്കും ഈ ലോകമടക്കം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക സാമ്പത്തിക പ്രശ്നമാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ ഇന്നിപ്പോൾ അതിദാരിദ്ര്യ മുക്തമായ കേരളമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടെ അല്ലെങ്കിൽ എത്രത്തോളം ലാഘവത്തോടെ ഈ ഒരു വിഷയത്തെ കണ്ട് അടിസ്ഥാനപ്പെടുത്തി ഈ പ്രഖ്യാപനം നടത്തിയെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും വിശദമായ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ആദ്യം തലക്കെട്ടുകളുണ്ട്, മടങ്ങിയത്. കേരളപ്പിറവി ദിനത്തിൽ രാജ്യത്തിന് അഭിമാനമായി കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി ഇന്ന് പ്രഖ്യാപിക്കും. പ്രത്യേക നിയമസഭാ സമ്മേളനം രാവിലെ 9 മണിക്ക്, വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം. വിശിഷ്ടാതിഥികളായി മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസനും. എതിർപ്പുമായി പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. മുരാരി ബാബുവിന് സഹായം ചെയ്തത് സുധീഷ് എന്ന് കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ കോൺഗ്രസ്. പുതിയ KPCC ഭാരവാഹികളുടെ ആദ്യ യോഗമിന്ന്. ചുമതലകൾ നിശ്ചയിക്കും. DCC പ്രസിഡന്റുമാരും പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ട. പോരാട്ടം തുടരാൻ ആശമാർ. പ്രതിഷേധം ഇനി പ്രാദേശിക തലത്തിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് സമരപ്രതിജ്ഞാ റാലി. ഓണറേറിയം 21,000 രൂപയാക്കും വരെ പോരാട്ടം തുടരുമെന്ന് ആശമാർ. പ്രതിഷേധത്തിന് വിലക്ക്. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റ് പരിസരത്ത് നിരോധനാജ്ഞ. നിയന്ത്രണം ഇന്നു മുതൽ 7 ദിവസത്തേക്ക്. സ്ഥാപനം തുറന്നാൽ പ്രതിഷേധിക്കുമെന്ന് സമരസമിതി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന്റെ 3ാം മത്സരം ഇന്നു മുതൽ. എതിരാളികൾ കർണാടക. വനിതാ ഏകദിന ലോകകപ്പിലെ കന്നി കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ. ഫൈനലിലെ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. മത്സരം നാളെ വൈകിട്ട് 3 മണി മുതൽ നവി മുംബൈയിൽ. ഇന്ന് നവംബർ 1 കേരളപ്പിറവി. നാട്ടുരാജ്യങ്ങൾ ഐക്യ കേരളമായിട്ട് 69 വർഷം. അറബിക്കടലിനും സഹ്യനുമിടയിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും പുതിയ അധ്യായങ്ങൾ രചിച്ചാണ് കേരളത്തിൻ്റെ യാത്ര. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്ന് 69 വർഷം. 1956 നവംബർ 1 തിരുക്കൊച്ചി മലബാറും ചേർന്ന് കേരളമുണ്ടായത്. ഒരു സംസ്ഥാനത്തിന്റെ പിറവി എന്നതിലപ്പുറം കേരളപ്പിറവി ആഘോഷം സംസ്കാരം, ഭാഷ, പൈതൃകം എന്നിവ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹികക്ഷേമം എന്നിവയിൽ കേരളം എന്നും മുന്നിലാണ്. മലയാളിക്ക് അഭിമാനത്തിന്റെ ദിനം കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുന്നതിന്റെ പ്രഖ്യാപനവും ഈ ദിനത്തിലാണ്. EMS മുതൽ പിണറായി വിജയൻ വരെ എത്തിനിൽക്കുന്ന ഒരു ഭരണരാഷ്ട്രീയ ചരിത്രമാണ് നമ്മുടേത്. ഈ പിറവി ദിനത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് കേരളം. ഇത്തവണയും വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്.
ഏവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. ന്യൂസ് ഡെസ്ക് അമൃത TV. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ പ്രത്യേക നിയമസഭാ സമ്മേളനം രാവിലെ 9 മണിക്ക് ചേരും. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനവും നടക്കും. മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ അടക്കമുള്ളവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. അതേസമയം എതിർപ്പുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട്. വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, അങ്ങേയറ്റം നിർണായകമായ സന്തോഷകരമായൊക്കെ ഒരു പ്രഖ്യാപനം നടക്കാനിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിദാരിദ്ര്യമുക്ത കേരളം, അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന ആ പ്രത്യേക പദവി രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറുകയാണ്. ഇതിൻ്റെ പ്രഖ്യാപനത്തിലേക്കുള്ള നടപടിക്രമങ്ങളടക്കം എങ്ങനെയാണ്? ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ എന്ത് ഘടകങ്ങൾ അടിസ്ഥാനമാക്കി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു? പഴയ കണക്കുകളുമെല്ലാം മുന്നോട്ട് വെച്ച് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. അത്തരത്തിലുള്ള ചെറിയ ചില വിവാദങ്ങളും ഒക്കെ തലപൊക്കുന്നു. അതിനിടയിലും അങ്ങേയറ്റം വലിയൊരു നേട്ടമാണ് നമ്മൾ കൈവരിക്കുന്നത്. സ്വപ്ന, ഇന്നാണ് കേരളപ്പിറവി ദിനമായ ഇന്നാണ് സംസ്ഥാനത്തെ ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അതിൻ്റെ പൊതുസമ്മേളനം. രാവിലെ 9 മണിക്ക് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. ഈ സമ്മേളനത്തിൽ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രിയായിരിക്കും ഈ പ്രഖ്യാപനം നടത്തുക. അതിനുശേഷം 5 മണിയോടുകൂടി ഏകദേശം വൈകുന്നേരം 5 മണിയോടുകൂടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ പൊതുസമ്മേളനം ഉണ്ടാകും. നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ തന്നെ കമൽഹാസൻ തുടങ്ങിയവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇത്തരത്തിൽ വലിയ രീതിയിൽ വിപുലമായ ഒരു ആഘോഷ പരിപാടികളൊക്കെ കൂടിയാണ് ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി സംസ്ഥാനത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ഇത് വലിയൊരു നേട്ടമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാരും ഇത്തരത്തിൽ ഈ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ സമയത്തിലൊക്കെ തന്നെ എതിർപ്പുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട്. നിലവിൽ സർക്കാർ പറയുന്നത് ഏകദേശം 64,000 കുടുംബങ്ങളെ ഈ ദാരിദ്ര്യമുക്തരാക്കി എന്നാണ് സർക്കാരിന്റെ വാദം. പക്ഷേ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഏകദേശം 4 ലക്ഷം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ എന്ന രീതിയിൽ ഒരു പ്രകടന പത്രികയിലൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഈ 64,000 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുന്ന സർക്കാർ ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? ഈ പ്രകടന പത്രികയിൽ പറയുന്ന ബാക്കി 4 ലക്ഷത്തോളം കുടുംബങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഈ 64,000 കുടുംബങ്ങളുടെ കാര്യം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് എന്ത് പറ്റി? ആ കണക്കിന് പിന്നീട് അടിസ്ഥാനമാണുള്ളത്? ഏത് ഏജൻസിയെ വെച്ചാണ് ഇത്തരത്തിലൊരു സർവേ നടത്തി 64,000 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യത്തിലുള്ളത്, അവരെയാണ് കരകയറ്റിയത് എന്ന തരത്തിലൊക്കെ തന്നെ സർക്കാർ എന്തുകൊണ്ട് അത്തരത്തിലൊരു കണക്ക് എങ്ങനെയാണ് പറയുന്നത് എന്ന തരത്തിലൊക്കെ തന്നെ പ്രതിപക്ഷവും വിമർശനവും ഒക്കെയായി രംഗത്തുണ്ടായിരുന്നു. അതേസമയം ഈ മുൻകൂട്ടി അറിയിക്കാതെ ഇന്ന് അവധി ദിവസമാണ്, ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുന്നതിലുൾപ്പെടെ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ട്. അതുൾപ്പെടെ ആ എതിർപ്പ് ഉൾപ്പെടെ പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ആ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ഈ എതിർപ്പുകളും ഒക്കെ തുടരുന്ന സാഹചര്യത്തിലും സർക്കാർ ഇത് വലിയൊരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു ആഘോഷ പരിപാടികളോടെ ഈ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കേരളപ്പിറവി ദിനമായ ഇന്ന് തന്നെ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നത്. ഏതായാലും 5 മണിയോടുകൂടി ഒരു വിപുലമായ പരിപാടിയോടുകൂടിയായിരിക്കും ഇത്തരത്തിൽ ഈ പ്രഖ്യാപനം നടത്തുക. ഈ രാവിലെ 9 മണിക്ക് പ്രഖ്യാപനം നടത്തും. അതിനുശേഷം പൊതുസമ്മേളനം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിപുലമായ ആഘോഷ പരിപാടികളോടുകൂടിയായിരിക്കും നടത്തുക. അതിനെയാണ് വിവരങ്ങളുമായി ചേർന്നത്. തീർച്ചയായും വലിയൊരു നേട്ടം തന്നെയാണ് നമ്മൾ കൈവരിക്കുന്നത്. എങ്കിൽ കൂടിയും പ്രതിപക്ഷവും സാമൂഹിക ക്ഷേമ വിദഗ്ധരും അടക്കം ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ, എന്തൊക്കെ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരെല്ലാം അതിദാരിദ്ര്യമുക്തരായി എന്ന് പ്രഖ്യാപിച്ചു എന്നടക്കം പ്രതിപക്ഷം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ സാമൂഹിക വിദഗ്ധർ അടക്കം ക്ഷേമ വിദഗ്ധരടക്കം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ, അതിന് എന്തായാലും സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു നേട്ടമായി തന്നെ സംസ്ഥാന സർക്കാർ ഇതിനെ ആഘോഷിക്കുകയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ അടക്കമുള്ളവർ ഈ ഒരു പ്രഖ്യാപനത്തിന് വൈകിട്ട് പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി ചേരും. മാതിരിയാണ് വിവരങ്ങളുമായി ചേർന്നത്. രാപകൽ സമരം അവസാനിപ്പിച്ച ആശാപ്രവർത്തകർ ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്രതിജ്ഞാ റാലി നടത്തും. രാവിലെ 11 മണിക്കാണ് പരിപാടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരപ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്യും. ആശാപ്രവർത്തകർ സമരപ്രതിജ്ഞയെടുക്കും. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ റാലിയിൽ പങ്കെടുക്കും. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ പ്രാദേശിക തലത്തിൽ സമരം തുടരാനാണ് തീരുമാനം.
തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. പുതിയ KPCC ഭാരവാഹികളുടെ ആദ്യ യോഗം ഇന്ന് ചേരും. ചുമതലകൾ നിശ്ചയിക്കും. DCC പ്രസിഡന്റുമാരും പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ടയാണ്. വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ കല്ലുകടികളും അസ്വാരസ്യവും എല്ലാം മാറ്റിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യം, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനെയൊക്കെ നേരിടാൻ താഴെ തട്ടിൽ നിന്ന് തന്നെ കോൺഗ്രസ് സജ്ജമാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ചേരുന്ന ഭാരവാഹികളുടെ KPCC ഭാരവാഹികളുടെ ആദ്യ യോഗത്തെ അതിൻ്റെ ആദ്യ ചവിട്ടുപടിയായി തന്നെ കാണണ്ടേ? തീർച്ചയായും രാവിലെ ഒരു 10 മണിയോടുകൂടി യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുനഃസംഘടനയ്ക്ക് ശേഷം ചേരുന്ന ഭാരവാഹികളാണ്. ഏറെ വിവാദവും ഏറെ തർക്കങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഈ പട്ടിക പോലും ഉണ്ടാക്കിയത്. ആ പുനഃസംഘടനയെ ചൊല്ലി പോലും പിന്നെയും തർക്കങ്ങളൊക്കെ കണ്ടതാണ്. ഡൽഹി നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിനായി കളത്തിലിറങ്ങുക, ആ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഭാരവാഹികളുടെ യോഗം നിശ്ചയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന അജണ്ട. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്തയാഴ്ച വരാനിരിക്കെ അതിനു മുന്നോടിയായി ഒറ്റക്കെട്ടായി കളത്തിലിറങ്ങുക. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. താഴെത്തട്ട് വരെ അത്രയേറെ സ്വാധീനം ജനങ്ങളുമായി ചേർന്ന് നിൽക്കേണ്ട ഒരു അവസരമാണ്. താഴെത്തട്ട് ജനങ്ങളെ ഒപ്പം നിർത്തി ജനങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ താഴെത്തട്ടേക്ക് ഇറങ്ങുക ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി തന്നെ എല്ലാ അജണ്ടകളും തെരഞ്ഞെടുപ്പ് അജണ്ടകളും കൃത്യമായി അതിന്റെ ഒരു പ്രാഥമിക രൂപം എന്ന രീതിയിലാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയാവുക. ഒപ്പം തന്നെയും ഈ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുക എന്നതടക്കം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ന് ചേരുന്ന ഭാരവാഹികൾ എന്ന് പറയുന്നത് പുതിയ KPCC ജനറൽ സെക്രട്ടറിമാർ, ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, വർക്കിംഗ് പ്രസിഡന്റുകൾ എല്ലാവരും ഇന്ന് ചേരുന്ന സമഗ്രമായ യോഗമാകും ചേരുക. അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏത് മാനദണ്ഡ പ്രകാരം എങ്ങനെയായിരിക്കും അതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. പ്രത്യേകിച്ചും ഈ പഞ്ചായത്ത് തലത്തിലെ സ്ഥാനാർത്ഥി നിർണയം, വാർഡ് സ്ഥാനാർത്ഥി നിർണയമൊക്കെ പ്രാദേശിക തലങ്ങളിൽ കൃത്യമായി ജില്ലാ നേതാക്കൾ കൃത്യമായി അത് നിരീക്ഷിച്ചു ചെയ്യുക. ജനങ്ങളുമായി ഏറ്റവും അധികം അടുത്തു നിൽക്കുന്നവരെ സ്ഥാനാർത്ഥികളടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്ത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ സർക്കാരിനെതിരെ ഏത് വിഷയമാണ് കൃത്യമായി പ്രചാരണ ആയുധമാക്കേണ്ടത്, ഏത് വിഷയത്താണ് കൂടുതൽ ഫോക്കസ് നൽകേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. അതൊന്നും ഏറ്റവും പ്രധാനം ഐക്യം തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും പരസ്യമായ വിയോജിപ്പുകളോ കലഹങ്ങളോ പോരുകളോ ഒന്നും തന്നെയും ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന് ഇതൊന്ന് ഒരു മാസത്തോളം അല്ലെങ്കിൽ 1.5 മാസം, ഡിസംബർ 20 പുതിയ ഭരണസമിതി വരുന്ന ഈ ഒരു ഏറെക്കുറെ 1.5 മാസ കാലയളവ് ഒരു വിഷയങ്ങളും പരസ്യമായി പുറത്തു വരാൻ പാടില്ല. ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുക, ആ ഒരു പ്രതീതി ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് തന്നെ മറ്റ് വിഷയങ്ങളൊക്കെ ഈ 1.5 മാസക്കാലം മാറ്റിവെച്ച് കളത്തിലിറങ്ങുക, സുസജ്ജമായി തന്നെ കളത്തിലിറങ്ങുക. സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ഉൾപ്പെടെ കൃത്യമായി തയ്യാറാക്കി ആ വിഷയങ്ങൾ ആയുധമാക്കി തന്നെയാകും പ്രചാരണത്തിനായി ഇറങ്ങുക. ഇന്ന് ഇപ്പോൾ പ്രധാനമായും KPCCയുടെ ഭാരവാഹി യോഗം ഉൾപ്പെടെ ചർച്ച ചേരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് 17 പേരുടെ കോർ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് AICC പട്ടിക പുറത്തിറക്കിയത്. ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതിയിലും KPCC ഭാരവാഹിയുടെ എണ്ണം വളരെ കൂടുതലാണ്. ജംബോ പട്ടികയാണ് തർക്കങ്ങളെ തുടർന്ന് പുറത്തുവിട്ടത്. ഇത്രയേറെ രാഷ്ട്രീയകാര്യ സമിതി നിലവിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും ഉന്നത ബോഡി എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതിയാണ്. പക്ഷെ ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ പോലും ഏറെ അംഗങ്ങളാണ് ജംബോ പട്ടിക തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഐക്യത്തോടുകൂടി അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യം, ഈ ദുഷ്കരമായ സാഹചര്യം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോർ കമ്മിറ്റി രൂപീകരണത്തിലോടൊക്കെ പോയത്. എന്തായാലും ഇപ്പോൾ 17 പേരുടെ ഒരു കോർ കമ്മിറ്റി പോലും രൂപീകരിച്ചൊരു സാഹചര്യത്തിൽ ഭിന്നതകൾ ഉണ്ടാകുന്ന അഭിപ്രായങ്ങളോ അത്തരം തീരുമാനങ്ങളൊക്കെ കോർ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ആ കോർ കമ്മിറ്റി അതിന് അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിനായി കളമൊരുക്കുക, ഇവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഒരു വിധത്തിൽ പോലും തടസ്സമുണ്ടാവുകയും അത് പ്രതിഫലിക്കുകയും ചെയ്യാതിരിക്കാനുള്ള എല്ലാ സംവിധാനത്തോടും കൂടി തന്നെയാണ്. തീർച്ചയായും മൺഫിൽറ്റ്, അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു 3ാം പിണറായി സർക്കാരിനെ ഇനി ഭരണത്തിലേറ്റാൻ അനുവദിക്കാതിരിക്കുക, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും താഴെ തട്ട് മുതൽ തന്നെ തുടങ്ങാൻ KPCC തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യപടിയായുള്ള KPCC ഭാരവാഹികളുടെ യോഗം ഇന്നാണ്. ചുമതലകളൊക്കെ നിശ്ചയിക്കും. DCC പ്രസിഡന്റുമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. അൺഫിൽറ്റാണ് വിവരങ്ങളുമായി ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി സുധീഷ് കുമാറിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. സ്വർണം കവരാൻ സുധീഷ് കുമാർ സഹായിച്ചു എന്ന നിഗമനത്തിലാണ് അറസ്റ്റ്. ആതിര രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ആതിര, ഈ സുധീഷ് കുമാറിന് ഏത് വിധത്തിൽ ഈ സ്വർണ്ണ കവർച്ചയിൽ പങ്കുണ്ട് എന്നാണ് അന്വേഷണം
അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്? സ്വപ്ന, ഈ സ്വർണ്ണക്കവർച്ചയിൽ ഇപ്പോഴിത് മൂന്നാമത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റായിരുന്നു, അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇന്നലെയാണ് ഈ സുധീഷ് കുമാറിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്ത് ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചത്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ അല്പസമയം മുമ്പാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിൽ സ്വർണം കവരാൻ സുധീഷ് കുമാർ സഹായിച്ചു എന്നുള്ളതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി സുധീഷ് കുമാറിനെ റാന്നി കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കും. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് പാളികളിൽ നിന്ന് സുധീഷ് കുമാറാണ് ഇത്തരത്തിൽ മഹസറിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയത്. ഇത് സ്വർണമാണ് എന്ന് അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വം ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളാണ് ഈ പാളികൾ കൈമാറിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾക്കാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇത് കൈമാറിയത് എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയതും ഈ സുധീഷ് കുമാറാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം കൃത്യമായ രീതിയിൽ ഈ കവർച്ച നടത്തുന്നതിന് സുധീഷ് കുമാർ സഹായിച്ചു എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ്. ഈ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ഇത്തരത്തിൽ SITയുടെ സംശയങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യലൊക്കെ തന്നെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായിരുന്ന വാസുദേവൻ, അയാളെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ ചോദ്യം ചെയ്തതിനു ശേഷം വാസുദേവനെ വിട്ടയക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഈ 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ അവിടുത്തെ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ഈ വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃത്യമായ രീതിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാസുദേവൻ നായർ ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെ ആദ്യം മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. അതിനെ തുടർന്ന് കൃത്യമായ ഈ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ആ ഒരു സംശയം ബലപ്പെടുന്ന തരത്തിലുള്ള മൊഴികളാണ് ഈ സുധീഷ് കുമാറിൽ നിന്നും കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഒരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മൂന്നാമത്തെ അറസ്റ്റാണ്. വൈകിട്ടോടുകൂടി ഇദ്ദേഹത്തെ റാന്നി കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കും. സ്വർണം കവരാൻ സുധീഷ് കുമാർ സഹായിച്ചു എന്ന മുരാരി ബാബു അടക്കമുള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. ഈ സൈബർ തട്ടിപ്പുകാരെ കൊണ്ട് ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയാണ്. പലപ്പോഴും ഇതിന് ഇരയായവർ പോലും അതേക്കുറിച്ച് പുറത്തു പറയാൻ തന്നെ പേടിക്കുന്നു, അല്ലെങ്കിൽ അതൊരു ചമ്മലാണ്. ഞാൻ ഈ തരത്തിൽ ഒരു തട്ടിപ്പിന് വിധേയരായി എന്ന് എങ്ങനെ പറയും, എങ്ങനെ പുറം ലോകത്തെ അറിയിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ശരിക്കും ഇവരെ പിടികൂടാനായിട്ടുള്ള പോലീസിൻ്റെ ഓപ്പറേഷൻ സൈഹണ്ട് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒരു സങ്കടമുണ്ടാക്കുന്ന കാര്യം വിദ്യാർത്ഥികളിലേക്കാണ് ഇതിൻ്റെ ആദ്യ വിരലുകളെല്ലാം ചൂണ്ടുന്നത്. സൈബർ തട്ടിപ്പുകാരെ പിടികൂടാൻ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ സൈഹണ്ട് തുടരുകയാണ്. ഇതുവരെ കൊച്ചിയിൽ കണ്ടെത്തിയത് 300 വാടക അക്കൗണ്ടുകളാണ്. ഈ തട്ടിപ്പ് പണം എത്തുന്നത് കൂടുതലും വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്കാണെന്നും കൊച്ചി സിറ്റി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധനയിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നു. കിരൺ ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻ സൈഹണ്ട് തുടരുന്നു. ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്നു. ശരിക്കും ഇതിന് പിന്നുള്ള വമ്പൻ സ്രാവുകൾ ഇനിയും വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? സ്വപ്ന, ഈ സൈബർ തട്ടിപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ആരംഭിച്ച സൈഹണ്ട് എന്ന ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നിലവിലിപ്പോൾ 263 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 125ഓളം പേർക്ക് നിലവിൽ നോട്ടീസ് നൽകി ഇവരെ നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് വിട്ടയക്കുകയും ഇവരെ നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യുകയാണ്. ഏകദേശം 383 കേസുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 300 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. പ്രധാനമായിട്ടും ഇതിൽ ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ളത് കൂടുതലും വിദ്യാർത്ഥികളാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ളതിൽ തന്നെ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം പണത്തിന്റെ കൈമാറ്റം നടത്തിയത് എന്നുള്ളൊരു വിവരം തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട പല കോളേജുകളിലും
പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം. ഈ വിദ്യാർത്ഥികളെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച്, പ്രത്യേകിച്ച് ഈ ഗെയിമിങ്ങുകളിലൂടെ പണം സമ്പാദിക്കാം എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം ഇവരെ കൂട്ടുന്നത്. പിന്നീട് ഈ പല രീതിയിൽ തട്ടുന്ന പണം ഇത് ഈ വിദ്യാർത്ഥികളുടെ പക്കലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെയുള്ള വ്യാജ അക്കൗണ്ടുകളും ഈ വാടക അക്കൗണ്ടുകൾ, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളുടെ പേരിലുള്ള അക്കൗണ്ടുകളാണ് ഇത് ഈ തട്ടിപ്പ് സംഘത്തിന് ഇവർ വാടകയ്ക്ക് നൽകുന്നു. ഇതിൻ്റെ ഭാഗത്തുമായിട്ടുള്ള ചെറിയ ഒരു കമ്മീഷനാണ് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നത്. ഈ വിദ്യാർത്ഥികളെ ബന്ധപ്പെടുത്തിയിരുന്നത് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ആളാണ് എന്നുള്ളൊരു വിവരം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇയാൾ തന്നെയാണ് ഈ സംഭവത്തിലെ മുഖ്യ കണ്ണി. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി, അറസ്റ്റ് ചെയ്യുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇയാളിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തും എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും വ്യക്തമാകുന്നുണ്ട്. ഇയാളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ പെരുമ്പാവൂർ സ്വദേശിയാണ് എന്നുള്ളൊരു വിവരം പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ സംസ്ഥാന വ്യാപകമായി തന്നെ ഇതിൻ്റെ അന്വേഷണം നീളുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ യുവാക്കളും ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഇരകളായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഈ തട്ടിപ്പ് സംഘം കൂടുതലും ഇങ്ങനെ വാടക അക്കൗണ്ടുകൾ, അതായത് ഓരോ വ്യക്തികളുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ ഇത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുകയും പിന്നീട് ഇതിനു വേണ്ടിയുള്ള ഒരു കമ്മീഷനായിട്ട് ഇവർക്ക് നൽകിയിരുന്നതായിട്ടാണ് ഏതായാലും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ പേരിലേക്ക് കൂടി, നിലവിലിപ്പോൾ 125 പേരെയാണ് പല കൃത്യമായ ആസൂത്രണത്തോടെ വളരെ കണ്ണിയായി തന്നെയാണ് ഇവർ ഈ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തി ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക തട്ടിപ്പ് അടക്കം നടത്തുന്നത്. എന്തായാലും ഓപ്പറേഷൻ സൈഹണ്ട് വളരെ ശക്തമായി തന്നെ തുടരുന്നു. 300ഓളം വാടക അക്കൗണ്ടുകൾ ഇതുവരെ കൊച്ചിയിൽ നിന്ന് കണ്ടെത്തി എന്നത് പറയുമ്പോൾ തന്നെ അത് വളരെ ഞെട്ടിക്കുന്ന ഇനിയും കൂടുതൽ പേർ കണ്ടെത്താനുണ്ട്. അതൊരു ഞെട്ടിക്കുന്ന ഒരു സാധ്യത തന്നെയാണ്. കിരണാണ് വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് അറവ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കാൻ ഒരുങ്ങുന്നതിനിടെ പ്രദേശത്ത് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. വിവരങ്ങളുമായി ലക്ഷ്മി ചേരുകയാണ്. ലക്ഷ്മി, ഈ സമരം തുടരാൻ തന്നെയാണ് ഈ ഫ്രഷ് കട്ട് വിരുദ്ധ സമര സമിതിയുടെ നീക്കം. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഒരുപക്ഷെ ഈ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചത്. കൂടുതൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ. അതേ സ്വപ്ന, 7 ദിവസത്തേക്കുള്ള നിരോധനാജ്ഞയാണ് ഇപ്പോൾ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് അവിടെ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുമെന്നും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ അടക്കം കടുക്കാനുള്ള സാധ്യതയും ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവിടെ 7 ദിവസത്തേക്കുള്ള നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് കൂട്ടം കൂടുന്നതിനും അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ, അങ്ങനെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു നിരോധനാജ്ഞ നിലനിൽക്കെ തന്നെ ഈ ഒരു പ്രതിഷേധം തുടരുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇവിടെയുള്ള സമരസമിതി. ഏതായാലും സംഭവത്തിൽ പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തുന്നത് വരെ ഇവിടെ അതായത് പ്ലാന്റ് തുറക്കില്ല എന്നതടക്കമുള്ള നടപടികളിലേക്ക് അടക്കം പ്ലാന്റിന്റെ ഉടമസ്ഥർ കടന്നിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അവർക്ക് പ്ലാന്റ് തുറക്കാനുള്ള അനുമതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് സുരക്ഷ ഇല്ലാതെ പ്ലാന്റ് തുറന്നു കഴിഞ്ഞാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നും പോലീസ് സുരക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ള തരത്തിലേക്ക് അടക്കം കടന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാന്റ് തുറക്കാൻ ഈ ഒരു പോലീസിന്റെ സുരക്ഷ വേണം എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും 7 ദിവസത്തേക്കുള്ള നിരോധനാജ്ഞയാണ്. സംഭവത്തിൽ ഈ പ്രതിഷേധം കടുക്കാനുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. സ്വപ്ന വിവരങ്ങളുമായി ചേർന്നത് കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കാനൊരുങ്ങുകയാണ്. പക്ഷേ ആ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയൊരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതി പ്ലാന്റ് തുറക്കുകയാണെങ്കിൽ കടുത്ത സമരവുമായി മുന്നോട്ട് വരും എന്ന മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ മേഖല കേരളത്തിലാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കാസർഗോഡ് നീലേശ്വരത്ത് 16 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ധനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം നഗരസഭയുടെ വികസന നേട്ടമായി 40,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 4 നിലകളോടുകൂടി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ബസ് സ്റ്റാൻഡ് യാർഡ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, കടമുറികൾ, ഓഫീസുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എന്നിവയോടെ നഗരസഭയുടെ തനത് ഫണ്ടും കേരള അർബൻ ഫൈനാൻസ്
കോർപ്പറേഷൻ മുഖേനയുള്ള വായ്പയും ഉൾപ്പെടെ 16 കോടി രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്തുകളിലും നഗരസഭകളിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജീവിത നിലവാരത്തെ നേരിട്ട് മെച്ചപ്പെടുത്തുകയാണെന്നും രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ മേഖല കേരളത്തിലാണെന്നും ധനമന്ത്രി പറഞ്ഞു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ വികസനം ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആലോചിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്രയും വിപുലമായ പദ്ധതികളുള്ളത് കേരളത്തിലേ ഉള്ളൂ. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. നാട്ടിൻപുറത്ത് പൊതുവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇതുപോലെ അധികാരം പണവുമില്ല. സംസ്ഥാന ബഡ്ജറ്റിന്റെ മൂന്നിലൊന്ന് തുക നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴേ അതിനകത്ത് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്ന് തുക. നീലേശ്വരം നഗരസഭയിൽ രാജാ റോഡിന് സമീപം പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയ സ്ഥലത്താണ് ആധുനിക രീതിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉയർന്നു വന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. കോട്ടയം മണിമലയ്ക്ക് സമീപം അടാമറ്റത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പാറമടയിലേക്ക് ഭാരവാഹനങ്ങൾ എത്തുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നതായി പരാതി. വീതി കുറഞ്ഞ റോഡിലൂടെ നിരന്തരം വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ദുഷ്കരമാകുന്നു എന്ന് പറയുകയാണ്. പല തലങ്ങളിലും പരാതികൾ പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആരോപിച്ച് വെള്ളിയാഴ്ച രാവിലെ പാറമടയിലേക്ക് എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. മണിമലയ്ക്ക് സമീപം അടാമറ്റം കുളത്തിങ്കൽ 8 മൈൽ റോഡിലാണ് സ്വകാര്യ പാറമട പ്രവർത്തിക്കുന്നത്. വീതി കുറഞ്ഞ വഴിയിലൂടെ നിരന്തരമായി ടോറസ് പോലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ഈ വഴി ചെറുവാഹനങ്ങളിലോ കാൽനടയായോ പോലും യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിലൂടെയാണ് പാറമടയിലേക്ക് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടുത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ പഞ്ചായത്ത് റോഡിൽ കൂടെ ടോറസ് കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. അപ്പം ഇതിന്റെ വിട്ട് ലെസ് ദാൻ 3 മീറ്ററാ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ടോറസ് ഒന്ന് കയറിപ്പോയി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അത്യാവശ്യമായിട്ട് എമർജൻസി കേസ് വന്നാൽ തന്നെ ഇറങ്ങി പോകാനെങ്കിൽ കയറി വരാൻ ബുദ്ധിമുട്ടാ. ഈ ഒരു വണ്ടി കയറിപ്പോയാല് ഒരു വണ്ടിക്ക് ഇറങ്ങി പോരാ സെയിം ടൈമിൽ പറ്റത്തില്ല ഞങ്ങൾക്കൊന്നും. മണിമല കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനും ഈ റോഡരികിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൈപ്പ് ലൈനിന് തകരാറുകൾ സംഭവിക്കുന്നതും പതിവാണ്. പഞ്ചായത്തിലും ബന്ധപ്പെട്ട അധികൃതർക്കും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. 50 ടോറസോളം ഇങ്ങനെ നിരന്തരമായിട്ടാണ് ഇത് ഒരു കയറി പോകുന്നത്. ഒരു 10 ടോറസ് അടുപ്പിച്ച് കയറി പോകും. ഈ വണ്ടിയെല്ലാം മറ്റുള്ളവരുടെ പറമ്പ് ഇടിച്ച് ഒതുക്കിയിട്ടാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ ഈ പറമ്പ് ഇടിക്കുന്ന ഒരു വശത്ത് പൈപ്പ് ലൈൻ ഉണ്ട്. ആ പൈപ്പ് ലൈനിൽ കൂടെയാണ് ഈ വണ്ടി ഓടുന്നത്. വെള്ളിയാഴ്ച രാവിലെ നാട്ടുകാർ ചേർന്ന് പാറമടയിലേക്ക് വന്ന വാഹനങ്ങൾ തടഞ്ഞു. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ അടക്കം തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടും വേണ്ട നടപടിയെടുക്കാത്തതിനാലാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി. ഞങ്ങളുടെ പറമ്പിൽ കൂടെയാണ് ഈ റോഡ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ പറമ്പ് കയറിയെടുത്താണ് ഈ വാഹനം ഓടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിന് വീതിയില്ല. വീതി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ടോറസ് പോകാനുള്ള വീതിയില്ല. അപ്പൊ അതിന് അവർ കാണുന്ന ഉപാധി 2 സൈഡിലേക്കും പറമ്പിലോട്ട് കയറി ആ പറമ്പിനെ കവർ ചെയ്ത് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. വാഹനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗവുമായി സംസാരിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു. എന്നാൽ എത്രയും വേഗം പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്നും ഇല്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും നാട്ടുകാർ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. എറണാകുളം നിയോജക മണ്ഡലത്തിലെ ഏക പഞ്ചായത്താണ് ചേരാനല്ലൂർ. പൂർണ്ണമായും നഗര സ്വഭാവമുള്ള ഈ പഞ്ചായത്തിൽ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നുവെങ്കിലും കുടിവെള്ളക്ഷാമം ഇപ്പോഴും ജനങ്ങളെ വല്ലാതെ വലയ്ക്കുകയാണ്. വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സേവനം ലഭ്യമാകുന്ന സംസ്ഥാനത്തെ ഏക പഞ്ചായത്ത് കൂടിയാണ് ചേരാനല്ലൂർ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചേരാനല്ലൂർ പഞ്ചായത്തിന് വികസനത്തിന് നേട്ടങ്ങൾ ഏറെ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ UDF ഭരണസമിതി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പഞ്ചായത്തിനുള്ളിലും പഞ്ചായത്തിനോട് ചേർന്നുമാണ് കൊച്ചി നഗരത്തിലെ പ്രമുഖ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗജന്യ ഡയാലിസിസ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ സേവനങ്ങൾ നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ്. എന്നു പറഞ്ഞാൽ ഇപ്പം ഈ ഒരു കിഡ്നി ഡിസീസ് ഇത് ഭയങ്കരമായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ഈ ഒരു സംരംഭം ഇവിടെ ഇങ്ങനെ ഈ പഞ്ചായത്തിൽ വന്നതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ് ഇത്. എൻ്റെ ഹസ്ബൻഡ് 10 വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. പൂർണ്ണമായും നഗരസ്വഭാവമുള്ള പഞ്ചായത്താണ് ചേരാനല്ലൂർ. പക്ഷേ ഇപ്പോഴും കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവരെ വലയ്ക്കുന്നു. പഞ്ചായത്ത് ഓരോ പ്രാവശ്യവും ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ചിലവായ തുക മാത്രം നോക്കിയാൽ മതി.
അപ്പോൾ വർഷങ്ങളായിട്ട് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ് ചേരാൻ ഗ്രാമപഞ്ചായത്ത്. കുടിവെള്ള പ്രശ്നം ചേരാനല്ലൂരിൽ എന്നും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. അതിലിപ്പോൾ ഈ നമ്മുടെ പഞ്ചായത്തിനോട് തൊട്ടതിർത്തിയിലൊരു അമൃത് കുടിവെള്ള പദ്ധതിയുടെ വലിയൊരു വാട്ടർ ടാങ്ക് വന്നിട്ടുണ്ട്. 15 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള. അപ്പോൾ അതിൽ വെള്ളം എത്തുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ശ്രീ TJ വിനോദ് MLA യുടെ ശ്രമഫലമായിട്ട് ഒരു 21 കോടി രൂപ അനുവദിപ്പിച്ച് ആലുവ പ്രധാന പൈപ്പ് ലൈനിൽ നിന്നും ഒരു ലൈൻ ഈ വാട്ടർ ടാങ്കിലേക്ക് കൊണ്ടുവന്ന് സെപ്പറേറ്റ് ലൈൻ കൊണ്ടുവന്ന് അതിലേക്ക് ചാർജ് ചെയ്ത് ഡയറക്റ്റ് വെള്ളം എത്തിച്ച് നമ്മുടെ ഏകദേശം ഒരു 10ഓളം വരുന്ന വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിച്ചു. ചേരാനെല്ലൂരിലെ കുടിവെള്ളക്ഷാമത്തിന് ഉടൻ പരിഹാരമാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളുടെ കാലപ്പഴക്കം സ്ഥിതി സങ്കീർണമാക്കുന്നു. ഈ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൈപ്പുകളെല്ലാം പഴയതാണ്. വളരെ പഴകിയ പൈപ്പുകൾ, ആസ്പെറ്റോസ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പഴയ പൈപ്പുകളാണ് എല്ലാം പോകുന്നത്. അപ്പോൾ ഇവർ ജനങ്ങളുടെ ആവശ്യപ്രകാരം പമ്പിങ് കൂട്ടിയാൽ നേരെ പൈപ്പ് പൊട്ടും. പൈപ്പ് പൊട്ടിയാൽ ടെയിൽ എൻഡ് എന്ന് പറയുന്ന ഭാഗമാണ് ചേരാനല്ലൂരിനെ ബാധിക്കും. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്താണ് നമ്മൾ ഈ കുടിവെള്ള ടാങ്കിനെ പറ്റി സംസാരിക്കുന്നത്. അതിക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. പല പഞ്ചായത്ത് കമ്മിറ്റിയിലും ഗ്രാമസഭ യോഗത്തിലൊക്കെ വലിയൊരു വിഷയമായിട്ടുണ്ട്. പഞ്ചായത്തിലെ ശ്മശാനവുമായി ബന്ധപ്പെട്ട ചില പരാതികളും നിലനിൽക്കുന്നുണ്ട്. എല്ലാ 5 വർഷത്തിലും ശ്മശാനം നവീകരിക്കലാണ്. എല്ലാ പ്രാവശ്യം നവീകരിച്ച് ഈ ഭരണസമിതിയുടെ കാലത്തും ശ്മശാനം നവീകരിച്ച്. ഇതിനൊപ്പം വെള്ളപ്പൊക്കം മൂലമുള്ള സ്ഥിരമായ ബുദ്ധിമുട്ടുകളും ഇവിടെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഞങ്ങൾ വന്ന് പാർത്ത തുടങ്ങി വെള്ളമാണ്, അത് വേനൽക്ക് കയറും. എപ്പോഴും വെള്ളം കയറ്റമാണ്, ഇവിടെ ഉണങ്ങി കിടക്കൂല. എപ്പോഴും സുതാര്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അധികാരത്തിൽ തുടരും എന്ന ആത്മവിശ്വാസം UDF പുലർത്തുമ്പോൾ പഞ്ചായത്തിൽ 20 വാർഡുകൾ നിലവിൽ വന്നതിനാൽ ഇത്തവണ അധികാരത്തിലെത്താൻ ആവുമെന്ന പ്രതീക്ഷയിലാണ് LDF. BJPക്ക് നിലവിൽ ഒരംഗമാണുള്ളത്. ഇതിൽ ഇത്തവണ വർധനവുണ്ടാകുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ തവണ കൂടുതൽ വാർഡുകൾ പിടിക്കും. എന്തായാലും 5 സീറ്റ് ഉറപ്പിച്ച് പിടിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ക്യാമറാമാൻ P. ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കൊച്ചി. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഫിൻലാൻഡിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഊഷ്മള വരവേൽപ്പ്. 2 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ ആയിരക്കണക്കിന് പേരാണ് അമ്മയെ കാണാൻ ഫിൻലൻഡ് നഗരമായ എസ്പോവിൽ എത്തിയത്. കാത്തിരുന്ന അവിസ്മരണീയ മുഹൂർത്തം. ആ നിമിഷത്തിൽ സ്നേഹവായ്പോടെ തങ്ങളുടെ ദേശീയ പതാക ഹൃദയത്തിന്റെ ആകൃതിയിൽ മുറിച്ച് അതുയർത്തിയായിരുന്നു ഫിൻലൻഡുകാർ അമ്മയെ സ്വാഗതം ചെയ്തത്. സ്നേഹം നിറഞ്ഞ പ്രണാമം ഏറ്റുവാങ്ങി അമ്മയും. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഫിൻലൻഡിലെ എസ്പോ നഗരത്തിൽ അമ്മ എത്തിയത്. ഫിന്നിഷ് പാർലമെന്റ് അംഗം വില്ലെ മെരിനൻ, ഫിൻലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി ഹേമന്തേഷ് കോട്ടൽവാർ, എസ്പോ സിറ്റി ബോർഡ് ചെയർപേഴ്സൺ മെർവി കട്ടേനൻ, ഫിൻലൻഡ് ഇന്ത്യ സൊസൈറ്റി ചെയർപേഴ്സൺ ഷെഫാലി അറോറ തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. ലോകസമാധാനത്തിനും ഭൂമിയുടെ സംരക്ഷണത്തിനും അമ്മ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഫിൻലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി ഹേമന്തേഷ് കോട്ടൽവാർ അഭിപ്രായപ്പെട്ടു. This is a very important initiative that she's been working for last so many decades, and of course she has a big vision of uniting the world, one planet, one world. And I think this is what I also see in Finland, when everybody says that we need to protect the planet. And I think there is so much of resonance between her message of connecting the people and the Finnish way of connecting with the planet, with the nature. And thank you so much, Amma, for connecting your vision with the Finnish society. Thank you so much.
മക്കളുടെ സ്നേഹാദരം ഏറ്റുവാങ്ങിയ അമ്മ ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ആയൂരിൽ മന്ത്രവാദത്തിന് തയ്യാറാകാത്തതിൻ്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ച് പൊള്ളിച്ചത്. ഓരോ ദിവസവും ഇത്തരത്തിൽ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇന്നും ഈ വിശ്വാസം, അന്ധവിശ്വാസം, ഇതിൻ്റെ ആ വേർതിരിവ് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ്. അന്ധവിശ്വാസവും മന്ത്രവാദവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ അത്രത്തോളം ആഴത്തിൽ ഇപ്പോഴും വേരുറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ വിഷയം വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. അതിലേക്ക് നമസ്കാരം. വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. വിശ്വാസം നല്ലതാണ്, എന്നാൽ അത് അന്ധവിശ്വാസമാകുമ്പോൾ സമൂഹത്തെ തന്നെ വിപത്തിലേക്ക് നയിക്കും. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ആയൂരിൽ മന്ത്രവാദത്തിന് തയ്യാറാകാത്തതിൻ്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ചു പൊള്ളിച്ചത്. ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്നും അന്ധവിശ്വാസവും മന്ത്രവാദവുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. പരിഷ്കൃത വിദ്യാസമ്പന്നരെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അവബോധമില്ലാത്ത പെരുമാറ്റമാണ് ഈ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത്. വിശ്വാസം ഒന്നാണ്, അത് അന്ധവിശ്വാസം അത് മറ്റൊന്നാണ്. പലപ്പോഴും ഈ അന്ധവിശ്വാസം കൂടിയിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന പല പ്രവൃത്തികളുണ്ട്. ഇതിൽ കൂടുതലായിട്ടും ഇരയാകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു അവകാശമാണ്, നമുക്ക് ഭരണഘടന അനുവദിച്ചു തരുന്നതാണ്. എൻ്റെ വിശ്വാസമായിരിക്കില്ല അഖിലയുടെ വിശ്വാസം, രണ്ടും രണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും ഈ യുക്തിക്ക് നിരക്കാത്തതായി പോകുന്നതും ഒപ്പം ശാസ്ത്രവുമായി ഒരു തെളിവില്ലാത്തതുമായിട്ടുള്ളതായി ഈ അന്ധവിശ്വാസത്തിലേക്ക് പോകുമ്പോൾ അത് സമൂഹത്തിന് വലിയ രീതിയിലുള്ള ഈ ദോഷമാണ് ചെയ്യുന്നത്. നമുക്ക് മുമ്പിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഈ പലപ്പോഴായുള്ള നമ്മളുടെ ഈ വാർത്തകളൊക്കെ പരിശോധിച്ചാൽ തന്നെ ഈ പലപ്പോഴായിട്ട് ഈ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നരബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് എടുത്തു കാണിക്കുവാനായിട്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ നേരത്തെ ഇൻട്രോയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വിദ്യാസമ്പന്നരാണ്, നമ്മൾ കേരളം സാക്ഷരതയിൽ 1ാം സ്ഥാനത്താണ്. പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നും നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയപ്പെടാതെ പോകുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാമായ സൂചിപ്പിച്ച പോലെ നമ്മൾ പരിഷ്കൃതരാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ചെന്ന് നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ കുഞ്ഞു പ്രായത്തിൽ കൊണ്ട് തന്നെ ശാസ്ത്രീയമായ കൃത്യമായ അവബോധം കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒപ്പം വിശ്വാസം എന്നത് മറ്റൊരാളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതല്ല എന്നാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരത്തിൽ സംഭവങ്ങൾ വളരെ സാധാരണയായി നടക്കുന്നതാണ്. അതായത് കുടുംബത്തിൽ ആൺകുട്ടി ജനിക്കാൻ വേണ്ടി കുടുംബത്തിലെ തന്നെ പെൺകുട്ടിയെ കൊല്ലുന്നതടക്കമുള്ള, അതായത് ബലി കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ആ വാർത്ത നമ്മൾ കേട്ടിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് എന്ന് ചോദിച്ചിരുന്ന മലയാളികളാണ് ഇപ്പോൾ നരബലിയിലേക്ക് അല്ലെങ്കിൽ ആഭിചാര ക്രിയകൾ ചെയ്യുന്നതിലേക്ക് ഒക്കെ കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചെയ്യേണ്ടത് ആദ്യം തന്നെ നിയമനിർമ്മാണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഉണ്ടാകണം. നിയമനിർമ്മാണത്തിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലേണ്ടത്. ഒപ്പം ചെറിയ ക്ലാസ് കൊണ്ട് തന്നെ ശാസ്ത്രീയമായുള്ള അവബോധം ഇതുമായി ബന്ധപ്പെട്ട് യുക്തി ഭദ്രമായി പെരുമാറാനുള്ള അവബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മായ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ഞെട്ടിയതായിരുന്നു ഇലന്തൂരിലെ ആ ഒരു നരബലി. ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കേട്ടുകൂടാത്തതായിട്ടുള്ള കാര്യമായിരുന്നു. 2 സ്ത്രീകളെയൊക്കെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി കൊന്നുകളയുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല. ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നമ്മുടെ ഈ ചെന്താമര എന്ന് പറയുന്ന ആൾക്ക് വധശിക്ഷയൊക്കെ, അതായത് ആജീവനാന്തം ജീവപര്യന്തം എന്നുള്ള തരത്തിലേക്കൊക്കെ ശിക്ഷ വിധിച്ചത്. അയാൾ ആ സ്ത്രീയെ കൊല്ലാനുണ്ടായ കാരണം പോലും ഒരു ദുർമന്ത്രവാദി പറഞ്ഞ വാക്കുകളാണ്. അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള വളരെ നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ഒരു ദുർമന്ത്രവാദി പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഒരു കൊലപാതകം ആദ്യം ചെയ്യുന്നത്. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ വീണ്ടും 2 കൊലപാതകങ്ങൾ കൂടി ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചു എന്നതാണ്. ചില നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളൊക്കെ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദശകത്തിലൊക്കെ 1500ഓളം ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് ഈ ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളോ കൊണ്ടുണ്ടായ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അത്രയും വലിയ കണക്കുകൾ ഉള്ളപ്പോൾ തീർച്ചയായും നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിയമനിർമ്മാണം തന്നെയാണ് വരേണ്ടത്. എവിടെയാണ് അതിൽ നമുക്ക് പിഴച്ചു പോകുന്നത് എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉയരുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ഗ്രീഷ്മ
ഷാരോണിനെ കൊന്ന ഒരു കേസ് ഉണ്ടല്ലോ, അതിൽ പോലും ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നത് ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു ആദ്യ ഭർത്താവ് മരിച്ചു പോകും എന്ന്. അത്തരത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരുപക്ഷെ ആളുകൾ കുറച്ചധികം ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മന്ത്രവാദവും അന്ധവിശ്വാസവുമായി ബന്ധിപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ടോ എന്നും സ്വാഭാവികമായി സംശയിച്ചൂടെ. സ്വന്തം കുഞ്ഞിനെയൊക്കെ പൊതുമധ്യത്തിൽ കൊന്നുകളയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും നമ്മൾ കണ്ടില്ല. നമുക്ക് എന്ത് ചെയ്യാനാവും? ഞാൻ സൂചിപ്പിച്ച പോലെ നിയമനിർമ്മാണം തന്നെയല്ലേ അതിന് പ്രധാനമായും വേണ്ടത്? തീർച്ചയായും അഖില, ശക്തമായൊരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യം. ഈ ദേശീയ തലത്തിലടക്കം ഒരു നിയമനിർമ്മാണം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. പക്ഷേ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിയമനിർമ്മാണം അത് തീർച്ചയായും അതിൻ്റെ ഒരു ആവശ്യകതയാണ്. ഈ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവന്നത് മഹാരാഷ്ട്രയാണ്. നമ്മളുടെ നരേന്ദ്ര ദാബോൽക്കറുടെ ആ ഒരു വളരെ ശക്തമായ ഒരു ഇടപെടലും ഒക്കെ കൊണ്ടാണ് അത് പ്രാവർത്തികമായത്. പക്ഷേ അദ്ദേഹത്തിന് അതിന് ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം മഹാരാഷ്ട്രയാണ്. തുടർന്ന് അങ്ങോട്ട് ഒരു 8 സംസ്ഥാനങ്ങൾ, ഒഡീഷയും രാജസ്ഥാൻ, കർണാടക അടക്കം, ബീഹാറിലൊക്കെ തീർച്ചയായും അതെ, ഇത്തരത്തിൽ 8 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ അന്ധവിശ്വാസത്തിനെതിരെ ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമ്പോഴും ഇതിൻ്റെ തുടർ നടപടികൾ പലപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ കേസ് എടുക്കുന്നതും ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇതിൽ പോലീസുകാർക്കുൾപ്പെടെ ഒരു കൃത്യമായ ഈ വിഷയത്തിൽ ഒരു അവഗാഹം, ഏത് രീതിയിലാണ് ഇത് കേസെടുക്കേണ്ടത് എന്നുള്ളത് പോലും പലപ്പോഴും വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ നിർവചിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ നമ്മുടെ നിയമനിർമ്മാണം ഏറ്റവും ഒടുവിലായി ഈ സർക്കാർ ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചത് നയപരമായ കാര്യങ്ങൾ കൊണ്ട്, പിണറായി സർക്കാരാണ്, നയപരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഈ നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി സർക്കാർ ഈ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അത് ഈ അന്ധവിശ്വാസവും പലപ്പോഴും വിശ്വാസവും അന്ധവിശ്വാസവും നിർവചിക്കപ്പെടുന്നതിലുള്ള ഒരു ആശങ്കയാണ് ഇതിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്നത്. ഈ നമ്മുടെ ഈ കേരളത്തിൽ ഈ നിയമസഭയിലാകെ 4 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബില്ല് അത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. 2014 അത് രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന സമയത്ത്, അതെ, ആ സമയത്തായിരുന്നു ADGP ആയിരുന്ന ഹേമചന്ദ്രനായിരുന്നു ഈ ബില്ലിന്റെ കരട് രൂപവും ഒക്കെ തയ്യാറാക്കി കൊണ്ടുവന്നത്. പക്ഷെ അത് എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയായിരുന്നു 2018 അന്ന് PT തോമസ് MLA ആയിരുന്ന സമയത്താണ് ഈ അന്ധവിശ്വാസ നിരോധന ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒക്കെ 5 പേര് ഇതിനെ അനുകൂലിച്ചും ഒക്കെ സംസാരിച്ചു. പക്ഷേ ഇതൊരു നിയമമായി വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതും ചുവപ്പ് നാടയിൽ ഒരു ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു 2019 ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ ഒരു നിയമപരിഷ്കാര കമ്മീഷൻ കൊണ്ടുവന്ന ഒരു ബില്ലും, അതിനും ഈ സമാനമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിലായിട്ടാണ് 2021 തോന്നുന്നു KD പ്രസേനൻ MLA അദ്ദേഹം കൊണ്ടുവന്ന വളരെ വിശാലമായ അർത്ഥതലങ്ങളൊക്കെ ഉണ്ടായ നിർവചനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അത്തരത്തിലൊരു ബില്ല് അവതരിപ്പിച്ചത്. പക്ഷേ അതിപ്പോഴും അതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു. അത് നിയമനിർമ്മാണം നടക്കുമെന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷന്റെ ഒരു പരിഗണനയിലുള്ള വിഷയമായി തന്നെ ഇന്നും അവസാനിക്കുകയാണ്. പക്ഷേ നയപരമായ ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? അതായത് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ മതപരമായ ആളുകളും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. എങ്ങനെ ഇത് നിർവചിക്കും എന്നുള്ള ചോദ്യത്തിൽ നേരത്തെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതും അങ്ങനെയാണ്. എങ്ങനെയാണ് ഇതിനെ നിർവചിക്കുക? ഇത് ഒരുപക്ഷെ ഈ അന്ധവിശ്വാസങ്ങൾ മതപരമായി കൂട്ടിച്ചേർക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് തോന്നുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ ഹിന്ദു മതത്തിലായിരുന്നു കൂടുതൽ ഇത്തരത്തിൽ ബലി കൊടുക്കൽ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇസ്ലാം മതത്തിലും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനികൾക്കിടയിലും ഒക്കെ ഇപ്പോൾ വളരെ കൂടുതൽ അന്ധവിശ്വാസം വളരെ ഇതായിട്ട് വരുന്നുണ്ട്. അതായത് ഈ അവരുടെ ചില മാഗസീൻസ് അല്ലെങ്കിൽ പത്രങ്ങളൊക്കെ വായിച്ചാൽ അസുഖം മാറുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഈ അതുപോലെ തന്നെ ഈ മുസ്ലിംസിന്റെ ഇടയിലും ഉണ്ട് നരബലി ചെയ്യുന്നതും, അതിന് ജിന്നിനെ ഒഴിവാക്കാനുള്ള ശ്രമവും അങ്ങനെയൊക്കെയാണല്ലോ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ജിന്ന് ഒഴിവാക്കാൻ. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലും ഒക്കെ അങ്ങനെ മതപരമായി ഇതിനെ ശരിക്കും കൂട്ടി കെട്ടേണ്ട അങ്ങനെയില്ല. മനുഷ്യരുടെ ഇടയിൽ അതെന്തോ ആഴത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ എത്ര പുരോഗമനമാണ്, വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞാൽ പോലും ഇതിന് വളരെയധികം ചൂഷണത്തിന് വിധേയരാകുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളും, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലായിട്ട് ഇരയാകുന്നത്. ഈ ചികിത്സ നിഷേധിച്ച ഒരു സംഭവം തന്നെയുണ്ട്. കരുനാഗപ്പള്ളിയിലാണെന്ന് തോന്നുന്നു.
തോന്നുന്നു മറ്റേ അസുഖമായിട്ട് ആധുനികമായിട്ടുള്ള ചികിത്സ പോലും നിഷേധിച്ചുകൊണ്ട് ഈ മറ്റേ പാരമ്പര്യമായ മന്ത്രവാദത്തിലേക്ക് അതെ ആ രീതിയിലാണ് അത് പോകുന്നത്. ഈ പാലക്കാടും ഈ സമാനമായി അഖില നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ നരബലിയുടെ സമയത്ത് അമ്മ 2021 തോന്നുന്നു അമ്മ ഒരു കുട്ടിയെ നരബലി കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ആദ്യം ഞെട്ടിയത് 2018 ഇന്ത്യയിൽ ഈ രാജ്യം മുഴുവൻ ഞെട്ടിയതാണ് ബുരാരിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കൂട്ടക്കൊല. 11 പേരാണ് അന്ന് ഈ മറ്റേ ഒരു ആൽമരം പോലെ തൂങ്ങിയിരിക്കുന്ന ആത്മഹത്യ ചെയ്ത ആ ഒരു സംഭവം. അത് കണ്ടിട്ടാണ് രാജ്യം ആകെ തരിച്ചു നിന്നത്. പിന്നെ അതിന്റെ കേസൊക്കെയായി നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കണ്ടതാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മൾ ഏറെ ഞെട്ടിയതാണ് ഈ നമ്മുടെ തലസ്ഥാനത്ത് തന്നെ ഈ കേഡൽ ജിൻസൺ അമ്മയെയും സഹോദരിയെയും വീട്ടിലെ ബന്ധുവിനെയും ഒക്കെ കൊലപ്പെടുത്തിയത് ഇത് തരത്തിലൊരു അന്ധവിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള ചില ചിന്തകളുടെയൊക്കെ ഭാഗമായിട്ടാണ്. അത് ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് ഒരു പല ഘട്ടത്തിലും പോലീസിനെ അടക്കം കുഴപ്പിക്കുന്ന ഒരു മനോരോഗമുണ്ട് തനിക്ക്. ആ രീതിയിൽ കുഴപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പിന്നെ അത് അന്വേഷണങ്ങൾക്കൊടുവിൽ ആ രീതിയിലല്ല എന്നൊക്കെയായി കണ്ടെത്തലൊക്കെ ആയിട്ട് മുന്നോട്ട് അതിലും ഒരു അന്ധവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് എത്താൻ പറ്റുന്നതിന്റെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നോർത്തിലും ബാംഗ്ലൂരിലും ഒക്കെ ഒരു കുടുംബം മുഴുവൻ അത്തരത്തിൽ സൂപ്പർ നാച്ചുറൽ പവർ, അതായത് മറ്റൊരു ലോകത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ തരത്തിലേക്ക് മാറും എന്നുള്ളത് ഒരു കുടുംബം തന്നെ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് ഒക്കെ ആത്മഹത്യാക്കുറിപ്പൊക്കെ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ, ഇതെല്ലാം ശരിക്കും അന്ധവിശ്വാസം. അതിൽ പക്ഷേ നമ്മുടെ പല മാധ്യമങ്ങൾക്ക് പോലും ആ കാര്യത്തിൽ വലിയ പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിപ്പോൾ മുൻനിര മാധ്യമങ്ങൾ, അതായത് പത്രങ്ങൾ തന്നെ എടുത്താൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഏലസിന് പരസ്യം, പിന്നെ ഈ ശംഖിന് പരസ്യം, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആരെയും അങ്ങനെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. പക്ഷേ അത്തരത്തിൽ നമ്മൾ പല 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 ഇത്തരത്തിൽ ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അങ്ങനെ എത്ര പരസ്യങ്ങളാണ് ചൈനയിൽ ഉണ്ടാകുന്ന വലംപിരി ശംഖിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള കേരളത്തിലാണ്. അതെ. പിന്നെ ഈ എന്താണ് മാല അങ്ങനെയൊക്കെ നമ്മൾ ചില സിനിമകളിലൊക്കെ തമാശയായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. 5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന മാല ഇനി അങ്ങോട്ട് സർവ്വ ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാണ്ട് പോകുന്ന. പക്ഷെ അതും വാങ്ങുന്ന ആളുകളുണ്ടെന്നാണ്, നിരവധി ആളുകളാണ് അത് വാങ്ങി വിശ്വസിക്കുകയാണ് തങ്ങൾക്ക് ഐശ്വര്യം വരും അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബം നന്നാകും എന്നൊക്കെ കണ്ട് ഇത് ആളുകൾ വാങ്ങുകയാണ്. അതിലൊരു വലിയ പങ്ക് നമ്മുടെ മാധ്യമങ്ങളും യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോഴും നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ആ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി പോലും കുറച്ചധികം എക്സാജറേഷൻ നമ്മൾ ആ വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായും തോന്നാറുണ്ട്. പിന്നെ ഈ മായ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഇപ്പം നേരത്തെ തന്നെ ആദ്യ കാലങ്ങളിൽ ഈ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ആദ്യം ഈ ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് ഈ മന്ത്രവാദിനി എന്നുള്ള തരത്തിലാണ്, അതായത് സ്ത്രീയാണ് അതിൽ എപ്പോഴും ഇതാകുന്നത്. ആദ്യമായി ബില്ല് കൊണ്ടുവരുന്ന സ്ഥലത്തൊക്കെ പിന്നീടാണ് അത് പരിഷ്കരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റ് തരത്തിൽ, അതായത് വിശ്വാസത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ആ നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരുന്നത്. ഇത് സർക്കാർ മുന്നിട്ടിറങ്ങി ഇതിലൊരു കൃത്യമായ അവബോധം ജനങ്ങൾക്കിടയിൽ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തോ ഒരു യുക്തിവാദി സംഘടനകളോ അവരാണ് ഇതിനു മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്യാമ്പയിനുകളും ഒരു അവബോധ പ്രവർത്തനങ്ങളും ഒക്കെയായി നടന്നത്. ഈ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ ഒരു തരത്തിലൊരു ബില്ല് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ആളുകൾക്കിടയിലേക്ക് നിരന്തരം ഇറങ്ങി ഇതിനെതിരെ അവബോധം സൃഷ്ടിക്കാനൊക്കെ ഈ യുക്തിവാദി സംഘടനകളിൽ നിന്നും ഒപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിന്നൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭയിലടക്കം പറഞ്ഞതാണ് ഈ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ, പക്ഷേ അതിൻ്റെ തുടർ നടപടികളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായ ഒരു അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി നല്ലതേതാണ്, വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ് എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള വിപത്തിനെതിരെ നമുക്ക് തീർച്ചയായും അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സാമൂഹികമായുള്ള അവബോധം വേണം, ശാസ്ത്രീയമായ അവബോധമുണ്ട്. ഈ നമ്മളിപ്പോൾ പറയുന്ന പല കാര്യങ്ങൾക്കും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ, ഇനി വളർന്നു വരുന്ന തലമുറയെങ്കിലും അത്തരത്തിൽ ഉള്ള ഈ ചൂഷണം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തരം ചൂഷണമാണ്. കൊലപാതകത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷേ ലൈംഗിക അതിക്രമമൊക്കെ വളരെ കൂടുതൽ ഇതിൽ നടക്കുന്നുണ്ട്. ഒപ്പം സാമ്പത്തിക ക്രമക്കേട് വളരെ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലും ഇത്തരത്തിൽ ഈ മന്ത്രവാദം ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മളെ ഈ ആഭിചാര ക്രിയകൾ ചെയ്യുന്നവരോ ഒന്നും സൗജന്യമായി ഒന്നും ചെയ്യുന്നില്ല. ധാരാളം പണം നമ്മുടെ കയ്യിൽ നിന്ന്
കൈപ്പറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്, അവർ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ ഇതുവഴി നമുക്കൊരു നന്മയും കിട്ടാനില്ല. ഒരാളെ നശിപ്പിച്ചത് കൊണ്ട് എങ്ങനെയാണ് നന്മ കിട്ടുക എന്നുള്ള ആ ഒരു സ്വാഭാവികമായ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സാമൂഹികമായ ഒരു അവബോധം ഉണ്ടാകണം കൃത്യമായിട്ട്. ഒപ്പം തന്നെ ശാസ്ത്രീയമായി ഇതിനൊരു അടിത്തറയില്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഇപ്പോഴുള്ള തലമുറയെ നമുക്കതിങ്ങനെ ഇനി അത് പഠിപ്പിച്ച് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. അതിന് നമുക്ക് കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ നടപടിയെടുക്കുക മാത്രമേ പറ്റൂ. പക്ഷേ ഇനി വളർന്നു വരുന്ന പുതിയ തലമുറയിലേക്കെങ്കിലും നമ്മൾ അത് വളർത്തിയെടുക്കണം. അതായത് പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ. പക്ഷേ ഇപ്പോൾ ആ പുരോഗമന പ്രസ്ഥാനമൊക്കെ എവിടെ പോയി? യുക്തിവാദി സംഘടനകളൊക്കെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു നാടാണ്. വിശ്വാസം അതിനപ്പുറത്തേക്ക് യുക്തിവാദവും ഒക്കെ കൊണ്ടുപോയ നാടാണ്. ഈ ഇടത് സർക്കാർ ഭരിക്കുമ്പോഴെങ്കിലും ഇത്തരത്തിലൊരു നിയമനിർമ്മാണം അത് പലരും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കും. അതൊരു അനിവാര്യത കൂടിയാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണം. കാരണം പിണറായി വിജയൻ സർക്കാർ മാറി മാറി ഭരിച്ചു, UDF ഭരിച്ചു, LDF ഭരിച്ചു. പക്ഷേ എങ്കിൽ പോലും ഈ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഇപ്പോഴും നടപ്പാക്കാത്ത ഒരു കാര്യമാണ്. പിന്നെയും കൂടുതൽ ആളുകൾ കൂടുതലായി പ്രതീക്ഷിക്കുക ഒരു ഇടത് സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിനൊക്കെ സാധ്യത എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അത് അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അന്ധവിശ്വാസവും അനാചാരവുമെല്ലാം എല്ലാ കാലത്തും നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തെ പിന്നോട്ടടിക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സമഗ്രമായ നിയമനിർമ്മാണവും ഒപ്പം ശക്തമായ ബോധവൽക്കരണവും കൂടിയേ തീരൂ. നിയമനിർമ്മാണത്തിൽ നിന്ന് സർക്കാരുകളെ പിന്നോട്ടടിക്കുന്ന കാരണങ്ങൾ എന്തു തന്നെയായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും നമ്മുടെ വിശ്വാസങ്ങൾ യുക്തിയിൽ അധിഷ്ഠിതമാകട്ടെ, അന്ധതയിലല്ല. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ശരിയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെ വിലയിരുത്തുന്നു പോയ വാരം വിപണി? അവസാന ദിവസങ്ങളിലുണ്ടായ വിൽപ്പന വാരാന്ത്യം വിപണിയെ നഷ്ടത്തിലാക്കി. ഏതാണ്ട് 0.3% നഷ്ടമാണ് ഓഹരി സൂചികളിൽ ഉണ്ടായത്. രണ്ടാം തര ചെറുകിട ഓഹരികളിലും നല്ല രീതിയിലൊരു വിൽപ്പന പ്രകടമായിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിലെ അവസാന ദിവസങ്ങളിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ ഒരു വിൽപ്പന സമ്മർദ്ദം വിപണിയുടെ ഉയർന്ന നിലവാരത്തിൽ ലാഭമെടുക്കുന്ന ഒരു പ്രവണതയും കൂടിയായിരുന്നു. എന്തായാലും 26,000 എന്ന നിലവാരത്തിൻ്റെ താഴേക്ക് മുൻനിര സൂചികയായി നിഫ്റ്റി എത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും നേരിയ തോതിൽ വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചത് അവിടെ ഒരു വിപണിക്ക് ഒരു പ്രോത്സാഹനമായിരുന്നെങ്കിൽ കൂടിയും ഇനി ഭാവിയിൽ ഡിസംബറിൽ പലിശ നിരക്കുകൾ കുറയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. ആഭ്യന്തര ഘടകങ്ങൾ വിപണിക്ക് അനുകൂലം തന്നെയാണ്. ഒപ്പം US ചൈന വ്യാപാര ബന്ധവും ഇന്ത്യ-ചൈന വ്യാപാര ബന്ധവും മെച്ചപ്പെടുന്ന രീതിയിലുള്ള വ്യാപാര കരാർ ഉടനെ ഉണ്ടായേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ വിപണിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനും നേരിയ തോതിൽ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ ദിവസം വിപണിയിൽ ഉണ്ടായത്. ആഗോള വിപണികളിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഒപ്പം തന്നെ നേരിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദവും പ്രതീക്ഷിക്കാം. 25,700 എന്നുള്ളൊരു നിലവാരമായിരിക്കും ഇനി മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് താഴേക്ക് പോവുകയാണെങ്കിൽ 25,600 എന്ന നിലവാരത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഉയർന്ന തോതിലുള്ള കയറ്റങ്ങളോടുള്ളൊരു വ്യാപാരമായിരിക്കും വരുന്ന ആഴ്ചയിലും വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടത്. ഏറ്റവും വലിയ ഓഫറുകളും വമ്പൻ വിലക്കിഴിവുമായി മൈജി 20ാം ആനിവേഴ്സറിയോടനുബന്ധിച്ച് 48 മണിക്കൂർ വിൽപ്പന ആരംഭിച്ചു. 2006 കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച മൈജി 1 കോടിയിലധികം ഉപഭോക്താക്കളും 140-ലധികം ഷോറൂമുകളുമായി 20 വയസ്സ് പിന്നിടുന്നു. ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഇന്നും നാളെയുമായി നടക്കുന്ന 48 മണിക്കൂർ വിൽപ്പന ലോകമെമ്പാടുമുള്ള എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും തുടങ്ങിയിട്ടുണ്ട്. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകളിൽ മറ്റാരും ഇതുവരെ നൽകാത്ത ഓഫറുകളാണ് മൈജി 48 മണിക്കൂർ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത്. മൈജിയിലും മൈജി ഫ്യൂച്ചറിലുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഗംഭീരമായ ഓഫറുകളാണ് ഈ 48 മണിക്കൂറിലേക്ക് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഈ ഓഫർ 48 മണിക്കൂർ മാത്രമല്ല, 2 ദിവസത്തേക്ക് മാത്രമാണ് ഈ ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നാളെയാണ്. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ പകൽ 3-നാണ് കളി. 7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ 5 വിക്കറ്റിന് കീഴടക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. 2 തവണ കൈവിട്ട ലോകകപ്പിനായി ഇറങ്ങുകയാണ് ഇന്ത്യ. നാളെ നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ പകൽ 3-നാണ് കളി.
7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ 5 വിക്കറ്റിന് കീഴടക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ദക്ഷിണാഫ്രിക്ക 4 തവണ ജേതാക്കളായ ഇംഗ്ലണ്ടിനെ 125 റണ്ണിന് തകർത്ത് ആദ്യമായി ഫൈനലിലെത്തി. വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന വിജയലക്ഷ്യം പിന്തുടർന്നായിരുന്നു സെമിയിൽ ഇന്ത്യയുടെ ചരിത്ര നേട്ടം. ജെമീമ റോഡ്രിഗസിന്റെ ഉജ്ജ്വല സെഞ്ചുറിയാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. താരം 127 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. 48.3 ഓവറിൽ 339 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നു. ഇതോടെ നിലവിലെ ചാമ്പ്യന്മാരുടെ ഫൈനൽ പ്രവേശന സാധ്യത അസ്ഥാനത്തായി. ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ ജെമീമ റോഡ്രിഗസ് തന്റെ 3ാം ഏകദിന ലോകകപ്പ് സെഞ്ചുറിയാണ് നേടിയത്. ലോകകപ്പിലെ താരത്തിന്റെ ആദ്യ സെഞ്ചുറി ഇന്ത്യയുടെ ചരിത്രക്കുതിപ്പിന് വഴിയൊരുക്കുകയും ചെയ്തു. വനിതാ ലോകകപ്പിൽ 6 തവണ സെമി കളിച്ച ഓസീസ് 4ലും ജയിച്ചിരുന്നു. എന്നാൽ പരാജയപ്പെട്ട 2 തവണയും ഇന്ത്യയായിരുന്നു എതിരാളികൾ. 2017 മിഥാലി രാജിന്റെ സംഘമാണ് ഓസ്ട്രേലിയയെ സെമിയിൽ പരാജയപ്പെടുത്തിയ മറ്റൊരു ടീം. ഇന്ത്യൻ വനിതാ ലോകകപ്പിൽ ഇത് 2ാം തവണ മാത്രമാണ് നോക്കൌട്ട് മത്സരങ്ങളിൽ 200-ന് മുകളിലുള്ള ലക്ഷ്യം പിന്തുടർന്ന് വിജയിക്കുന്നത്. 2017 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് വനിതകൾ 219 എന്ന ലക്ഷ്യം പിന്തുടർന്ന് വിജയിച്ചിരുന്നു. അതേസമയം ഇന്ത്യ 2005-ലും 2017-ലും ഫൈനലിലെത്തിയെങ്കിലും തോറ്റു. ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടുമായിരുന്നു തോൽവി. 8 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് കലാശപ്പോരിന് ഇപ്പോൾ ഇന്ത്യക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഇന്ന് കർണാടകയെ നേരിടും. രാവിലെ 9:30 തിരുവനന്തപുരം മംഗലാപുരത്തെ KC സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ വേദിയിൽ നടക്കുന്ന ആദ്യ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരമാണിത്. ഈ സീസണിൽ കേരളത്തിന് 2 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് മാത്രമാണ് ഉള്ളത്. മത്സരത്തിന് മുന്നോടിയായി ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ സൽമാൻ നിസാറിനെയും പഞ്ചാബിനെതിരെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത വത്സൻ ഗോവിന്ദിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു സാംസണും നിലവിൽ ടീമിനൊപ്പമില്ല. പകരക്കാരായി കൃഷ്ണപ്രസാദ്, വൈശാഖ് ചന്ദ്രൻ എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ഇന്ത്യൻ താരം മായങ്ക് അഗർവാളിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന കർണാടക ടീമിൽ കരുൺ നായർ, അഭിനവ് മനോഹർ, ശ്രേയസ് ഗോപാൽ തുടങ്ങിയവരാണ് ഉള്ളത്. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.